നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഇന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും പ്രയോജനമാകുന്നൊരു വീഡിയോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ വീഡിയോയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പേ ആദ്യം ഞാൻ കേരളത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും, കേരളത്തിന് പുറത്തും ഒക്കെ ഉണ്ട് കുട്ടികൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും നല്ല എല്ലാ കേരളത്തിലെ കുട്ടികൾക്കും മാഷിൻ്റെ മനസ്സ് നിറഞ്ഞ ബെസ്റ്റ് വിഷസ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും എല്ലാം എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടും. കാരണം ഏകദേശം ഒരു 125 ദിവസത്തോളമായി നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട്. ഇന്നും ഇന്നലെയോ 10 ദിവസമോ 40 ദിവസമൊന്നും അല്ല, 125 ദിവസമായി നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട്. അന്നേരം നിങ്ങളുടെ പരീക്ഷ തീരുന്നവരെ മാഷിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എല്ലാവിധ മനസ്സ്, നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ല, പക്ഷേ ഞാൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നന്നായി പോയി പരീക്ഷ എഴുതുക, നല്ല മാർക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങൾ എല്ലാവിധ ബെസ്റ്റ് വിഷസ് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും. നിങ്ങളിലാണ് ഞാൻ നെവർ എവർ ഗിവ് അപ്പും എപ്പടി ഇருக்கு കണ്ണ, ഇതെല്ലാം സൂപ്പറായിരിക്കേ, ഇതെല്ലാം തുടങ്ങിയ നിങ്ങളിൽ നിന്നാണ്. നിങ്ങളിൽ ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമാകുന്ന ഒരേ ഒരു വലിയൊരു ഘടകമെന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസും ലൈക്കും, നിങ്ങൾ എനിക്ക് തരുന്ന എനർജിയാണ് ഈ മാഷിനെ ഈ സ്റ്റേജിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിർത്തുന്നത്. അന്നേരം വളരെ 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 സന്തോഷം. എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ ബെസ്റ്റ് വിഷസും നേരുന്നു. ആദ്യം അത് തുടങ്ങാം. അതിനുശേഷം ഞാൻ എൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ നാളെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെല്ലാവരും കണ്ടിരിക്കണം. അതിനൊരു 15 മിനിറ്റ് മാറ്റി വെച്ചാലോ 20 മിനിറ്റ് മാറ്റി വെച്ചാലോ കണ്ടിരിക്കണം. കാരണം ഇത് നിങ്ങൾ ഓടിച്ചിട്ട് കാണേണ്ട വീഡിയോ അല്ല. കാരണം കൃത്യമായിട്ടും പരീക്ഷ എഴുതുമ്പം, പരീക്ഷയ്ക്ക് പോകുമ്പം, പരീക്ഷ ഹാളിൽ കയറുമ്പം മുതൽ നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങും വരെ, പേപ്പർ കൊടുത്തിട്ട് ഇറങ്ങുമ്പം വരെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ, മാർക്ക് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് എല്ലാം പഠിച്ചാലും. പക്ഷേ മാർക്ക് നമുക്ക് കിട്ടാൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് പറഞ്ഞു തരുന്നത്. വളരെ ഉപകാരപ്രദപ്പെടും. കാരണം ഞാനും കോളേജിൽ വാല്യുവേഷനും ഒക്കെ പോയിട്ടുള്ള അധ്യാപകനാണ്. ഏത് കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്ക് ഒരു ചെറിയ നാക്കുണ്ട്. അവർ മാർക്ക് ഇടുന്ന പല രീതികളും നമുക്ക് കൃത്യമായിട്ടറിയാം. അതെല്ലാം നിങ്ങളെ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അശ്രദ്ധ കൊണ്ട് ചില മാർക്കുകളൊക്കെ പോകുന്നതെല്ലാം ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുള്ളതിൽ നിസ്സംശയം പറയും. അന്നേരം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് രാവിലെ 9:30-ക്കാണ് പരീക്ഷ എന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ തന്നെ, ഒരു കുറച്ച് നേരത്തെ തന്നെ, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ മിനിമം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ ചെല്ലണം. കാരണം വെപ്രാളത്തിൽ ഓടിച്ചെന്ന് പോകുന്നതിന് ഒരു ടെൻഷനാണ് അവിടെ ഉണ്ടാകുന്നത്. എല്ലാം പഠിച്ചാൽ പോലും 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചെല്ലണം. നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അത് പരിശോധിച്ചിട്ടേ പോകാവുള്ളൂ. ഹോൾ ടിക്കറ്റൊക്കെ എടുത്തു വെക്കുക. പേന, പെൻസിൽ, ആവശ്യമുള്ള അങ്ങനെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ചിലവരൊക്കെ എടുത്ത് വെക്കും. പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പരീക്ഷയ്ക്ക് കുട്ടികൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറക്കുമ്പോൾ അതിനകത്തൊന്നും ഇല്ല, കാലിഫോർണിയയായി. അന്നേരം അങ്ങനെ കാലിയാക്കി ഇടരുത്. ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കാര്യങ്ങൾ, സ്കെയിലും റബ്ബറും ഇതെല്ലാം ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കാണണം. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരുതി വേണം. ഒരു കുപ്പി വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇടയ്ക്ക് കുടിക്കുന്നുണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. വെള്ളം മാത്രമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ കുടിക്കാം. കാരണം നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് വളരെ സിമ്പിളായിട്ട് ടെൻഷൻലെസ് ആയിട്ട് പരീക്ഷയ്ക്ക് പോകാം. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് അവിടെ ചെല്ലുന്നു. നിങ്ങളെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പേ ഹോളിൽ കയറ്റി ഇരുത്തുമ്പം ഇരുത്തി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരിതുണ്ട്, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. കാരണം എല്ലാ കുട്ടികളും ഒരേ സാഹചര്യത്തിൽ നിന്ന്, ഈ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ നിന്ന് വന്ന് എഴുതുന്ന കുട്ടികളാണ്. നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് മാക്സിമം മാർക്ക് മേടിക്കാമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുക. ഒരു 9:30 ആകുമ്പോൾ നമുക്ക് പേപ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ 9:20 അല്ലെങ്കിൽ കൂൾ ഓഫ് ടൈം, അല്ലെങ്കിൽ 9:30 പേപ്പർ കിട്ടി എന്ന് വിചാരിക്കുക. 9:30 പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ നമ്പർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളെല്ലാം നിസ്സാരമായിട്ട് കാര്യം തരുന്നത് നമുക്ക് പിന്നീട് ടെൻഷൻ ഉണ്ടാകും. നിങ്ങൾ രജിസ്റ്റർ നമ്പർ നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വൃത്തിയായിട്ട് എഴുതുക. വളരെ ശ്രദ്ധിച്ചും വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ട് 1-2 വട്ടം ഒന്ന് കൺഫേം ചെയ്ത് വെക്കണം. ആദ്യം എഴുതണം. ചില കുട്ടികൾ ലാസ്റ്റ് എഴുതാൻ നിൽക്കും, പിന്നെ മറന്നു പോകും. വീട്ടിൽ വരുമ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതിയോ ഇല്ലയോ, ഭയങ്കര ടെൻഷൻ.
ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ആദ്യമേ രജിസ്റ്റർ നമ്പർ എഴുതുക ക്ലിയറായിട്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരിക. അതിലൊരു ക്വസ്റ്റ്യനിൽ ഒരു കോഡുണ്ട്. ആ കോഡ് ആൻസർ ഷീറ്റിൽ എഴുതാനുണ്ട്. ആ കോഡൂടെ ആൻസർ ഷീറ്റിൽ എഴുതുക. അതും ബെസ്റ്റാണ്. കാരണം പല രീതിയിലും നമുക്ക് എല്ലാം കൊണ്ട് നമ്മൾ 100% ഷുവർട്ടിയിലാണ് പരീക്ഷ എഴുതുന്നതിനുള്ളൊരു ഏറ്റവും വലിയതാണ് രജിസ്റ്റർ നമ്പർ എഴുതുക, ക്വസ്റ്റ്യൻ കോഡ് ആൻസർ ഷീറ്റിൽ എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ കൃത്യമായിട്ട് എഴുതുക. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, പിന്നൊരു കൂൾ ഓഫ് ടൈം, 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ കൂൾ ഓഫ് ടൈമിൽ പല കുട്ടികളും പല രീതിയിലാണ്, അനവധി വ്യത്യസ്തരായ കുട്ടികളുണ്ട്. ചിലരിങ്ങനെ വായി നോക്കിയിരിക്കും, അങ്ങോട്ടേക്ക് നോക്കിയിരിക്കും, ചിലരിങ്ങനെ കാണിക്കും. മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കൈക്കൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കാണിക്കും, ഓക്കെ ആണല്ലോ, ഇതൊക്കെയാണല്ലോ. ചിലർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഒന്നാമത്തെ എന്താണ്, രണ്ടാമത്തെ എന്താണ്, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതിനിരിക്കാനുള്ള സമയമല്ല യഥാർത്ഥത്തിൽ കൂൾ ഓഫ് ടൈം. കാരണം നിങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചോളം 120ഓളം ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇരട്ടിയിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യനും നല്ല വൃത്തിയായിട്ട് വായിച്ച് എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറോടൊന്ന് കൃത്യമായിട്ട് മറിച്ച് നോക്കുക. ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് ശേഷം എന്നോട് ഒരുപാട് വർഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ 2 ക്വസ്റ്റ്യൻസ് ഒരു പേജ് ക്വസ്റ്റ്യൻ ഞങ്ങൾ കാണാൻ വിട്ടുപോയി സാർ, ലാസ്റ്റ് പേജ് കണ്ടില്ല, അങ്ങനെ ചിലപ്പോൾ അതിനകത്ത് 12 മാർക്ക് പോയി, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ആദ്യമേ ക്വസ്റ്റ്യൻസ് എല്ലാം കൺഫേം ചെയ്ത് എല്ലാ പേജും നല്ല, ചിലപ്പോൾ ഒട്ടി പിടിച്ചൊക്കെ പേജ് ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം കറക്റ്റാക്കി എല്ലാ പേജും എല്ലാം ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് ഇതാക്കുക. എന്നിട്ട് അവിടെ നമ്മൾ നല്ലപോലെ ഒരു പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, വളരെ ശ്രദ്ധിക്കുക, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാൻ നോക്കുക. അതെന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, അധ്യാപകർ മനുഷ്യരാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും നല്ലതുപോലെ എഴുതി നല്ല മാർക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2-3 പേപ്പറുകളൊക്കെ കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കുഴപ്പമില്ല, ഒരു നല്ല ശതമാനം അധ്യാപകർ കുഴപ്പമില്ല, മിടുക്കനാണ്, അതെല്ലാം എഴുതിയൊക്കെ നല്ല ടിക്കാണ്. ചിലർ ആദ്യമേ പൊട്ടത്തിട്ട് ഓർഡറിൽ എഴുതണമെന്നൊന്നുമില്ല, ആദ്യത്തെ കൃത്യമായി നമ്പർ ഇട്ട് എഴുതണമെന്നുള്ളതേ ഉള്ളൂ. ഓർഡറിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്പർ ഇട്ട് എഴുതണം. കൃത്യം നമ്പർ ഇട്ട് എഴുതുന്നുള്ളത് വളരെ നിർബന്ധമാണ്. അന്നേരം ആദ്യമേ ഉറപ്പുള്ള ശരിയുള്ള ഉത്തരങ്ങൾ ആദ്യത്തെ 1-2 പേജുകളിൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അങ്ങനെ ആകുമ്പം നമുക്ക് അധ്യാപകരിൽ നിന്നൊരു വലിയൊരു പോസിറ്റീവ് വൈബ് അങ്ങ് സ്പ്രെഡ് ചെയ്തങ്ങ് വിതറി അങ്ങ് തരും. അത് വലിയൊരു കാര്യമാണ്. ഞാൻ പേപ്പർ നോക്കുവാണെങ്കിലും അങ്ങനെ എല്ലാ പേപ്പറും നോക്കി എന്നാൽ പോലും നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നും. ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പോൾ പറയുമ്പോഴേ പലരും പറയും, സാറേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല. നമ്മൾ വീട്ടുകാരൊക്കെ പറയുന്നത് നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല, നിനക്ക് എങ്ങനെ മാർക്ക് കിട്ടും, കുത്തി വരച്ച് പോലെ എഴുതുമല്ലേ. ഹാൻഡ് റൈറ്റിംഗിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്ക് മാഷിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വലിയ സംഭവമായ ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ല. ഇപ്പം ഞാൻ ഫിസിക്സ് എന്നിങ്ങനെ എഴുതി, പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ഫിസിക്സ് എന്ന് വായിക്കാം. അത്രയും നമുക്ക് വായിക്കാൻ പറ്റണം, നമുക്ക് വായിക്കാനല്ല. കുട്ടികൾ നിങ്ങൾ എഴുതുന്നത് ആർക്ക് വായിക്കാൻ പറ്റണം? അധ്യാപകർക്ക് വായിക്കാൻ പറ്റണം. അവിടെയല്ലേ മാർക്ക് കിട്ടുന്നത്. ചില അധ്യാപകർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അധ്യാപകർക്ക് തന്നെ തോന്നും ഇത് ഇങ്ങനെ വല്ലാതെ തല കറങ്ങുന്ന ഒരു എഫക്റ്റിലൊക്കെ, ഒരു 3D എഫക്റ്റിലൊക്കെ അധ്യാപകർ മാറുന്ന കാണാം. കാരണം ചിലർ പേപ്പർ കണ്ടു കഴിയും, പിന്നെ ആ മൂഡിലായിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ള പേപ്പറുകൾ പോലും നോക്കുന്നു. അന്നേരം അത്യാവശ്യം വായിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് മാറ്റും. ഇന്ന് കൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് മാറ്റാനൊന്നും പറ്റത്തില്ല, എന്നാലും സ്പേസിംഗ് ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് വായിക്കാവുന്ന രീതിയിലെങ്കിലും മിനിമം എഴുതുക. ചില നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരുള്ള അതുപോലെ ഫോളോ ചെയ്യുക, നമുക്ക് വായിക്കാവുന്ന രീതിയിൽ എഴുതുക. ചിലരൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ എഴുതും. ഇതെങ്ങനെ വായിക്കും? നമുക്ക് ഒപ്പൊക്കെ ഇടുന്ന പോലെ ഒക്കെ എഴുതും. ഇങ്ങനെതാണെങ്കിൽ ഇത് ഫിസിക്സ് ആണോ ഇല്ലയോ എന്നൊക്കെ തപ്പി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മളിലെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അത് എഴുതി തരും. അത് പക്ഷേ എവിടെ വായിക്കത്തുള്ളൂ? മെഡിക്കൽ സ്റ്റോറിൽ അത് അവർ നല്ല കൃത്യമായിട്ട് വയ്ക്കും. ഇത് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിക്കാൻ പറ്റും, പേപ്പറിൽ. അധ്യാപകരിൽ ഇത് നോക്കുന്നു. അന്നേരം അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കാവുന്ന രീതിയിൽ കൃത്യമായിട്ട് വേണം. ഇനി വളരെ ഇതായിട്ട് കോൺഫിഡൻസ് കിട്ടുന്ന ഇത് ഒരു 2-3 പ്രധാനപ്പെട്ട ടിപ്സ് കൂടെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മാർക്ക് വളരെ അധികം സ്കോർ ചെയ്യാനാണ്. നിങ്ങൾ അറിയാതെ പോലും ചെയ്ത് വരണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഉദാഹരണം ഒരു ഇക്വേഷൻ, ഇപ്പം E=mc² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, ഇങ്ങനെ നമ്മൾ ചില ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരത്തില്ല. അന്നേരം ഈ ഇക്വേഷൻ ഒരു ബോക്സിനകത്താക്കുക.
ഈ ബോക്സിനകത്താക്കുന്നതിന് വളരെയധികം പ്രയോജനമുണ്ട്. ബോക്സിനകത്താക്കുമ്പം ഈ ടീച്ചർമാർ ഇങ്ങനെ പറയുമ്പോൾ ഈ ബോക്സിനകത്ത് കിടക്കുന്ന പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കും, ഈ ബോക്സിനകത്ത് എഴുതിക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് ശരിയായിരിക്കണം. തെറ്റായിട്ട് എഴുതിയാൽ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും, ശരിയായിട്ട് എഴുതിയാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇതിനെ ശരിയായിട്ട് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡിലോട്ട് വന്ന് ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് മാറിയിടാനുള്ള ടെൻഡൻസി അധ്യാപകർക്ക് വരും. ഇത് അധ്യാപകർ കാണുന്നുണ്ടെങ്കിൽ അധ്യാപകർ ചിരിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പം കറക്റ്റാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം, കറക്റ്റാണ്. അന്നേരം അത് എഴുതുക. പിന്നെ ചില സെന്റൻസുകൾ ഇങ്ങനെ വരികയാണ്, ഇത് മാർക്ക് കിട്ടാൻ ഡബിൾ ഓക്കെ ആണ്. ഇക്വേഷൻസ് എല്ലാം ബോക്സിനകത്താക്കുക. ബോക്സിനകത്താക്കുമ്പോൾ ചിലവരുണ്ട്, ഗിരീഷ് സാർ പറഞ്ഞു ബോക്സ് ഇന്ന് അങ്ങ് അലങ്കരിച്ചേക്കാം, ഇങ്ങനെ അങ്ങ് അലങ്കരിക്കുകയൊക്കെ ചെയ്യും ചിലർ. ഇതിലെ എന്താണ് ഡെക്കറേഷനൊക്കെ അങ്ങ് ചെയ്ത്, അത് വേണ്ട, അത് മൊത്തത്തിൽ അവർ വെട്ടിക്കൊള്ളേണ്ട ആവശ്യം വരും. ഇതൊന്നും വെക്കരുത്, സ്പൈക്ക് ചെയ്ത് മുടിയൊക്കെ നിൽക്കുന്ന പോലെ ആയിരിക്കും, അത് വേണ്ട. സാധാ ബോക്സ് മാത്രം വരച്ചാൽ മതി. ഓക്കെ. അതിനുശേഷം ചിലവരാണ് ഇങ്ങനെ, നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതി, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ബോക്സിനകത്ത് ഇട്ട് ചളവാക്കുന്നതിനെക്കാട്ടിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അതിന് മാർക്ക് കിട്ടും. പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ മതി, പേന കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കുഴപ്പമില്ല. പിന്നെ വലിയ ഷാർപ്പായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട, പക്ഷെ അണ്ടർലൈൻ ചെയ്താൽ അതൊരു പോയിന്റായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ പിന്നെ എഴുതിയ കുറേ പൊട്ടത്തരം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മിടുക്കരാണെന്നുള്ളത് നിങ്ങൾ ആദ്യം തെളിയിച്ചു എന്ന് വ്യക്തമാക്കാം നമുക്ക് അധ്യാപകർക്കിടയിൽ. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ വളരെ മാർക്ക് കൂട്ടാൻ നമ്മളെ സഹായിക്കും. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ബോക്സിനകത്ത് ഇടുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വേറെയും കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇപ്പം 10ാമത്തെ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന 11ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ അടുപ്പിച്ച് എഴുതാതിരിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു വരി വേണമെങ്കിൽ വിട്ടിട്ട്, ഒരു വരി വിടാവുള്ളൂ, ഒരുപാട് ഒന്നും വിടരുത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വരി വിട്ടിട്ട് എന്നൊരു ചെറിയൊരു സ്പേസിങ് കിട്ടും. ആ സ്പേസിങ് നല്ല. ചില കുട്ടികൾ അടുപ്പിച്ച് എഴുതും. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ചില കുട്ടികൾ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ പേജുകൾ വിടും. കാരണം ഒരുപാട് പേപ്പർ മേടിച്ചെന്ന് കാണിക്കാൻ വേണ്ടി ചിലർ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ പേപ്പർ ബ്ലാങ്ക് ആയിട്ട് വിടും. ആ ബ്ലാങ്ക് ആയിട്ട് വിടരുത്. നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ആ പേപ്പർ എഴുതി അങ്ങ് പോവുക. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇടയ്ക്ക് ബ്ലാങ്ക് ആയിട്ട് വിടുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ക്രോസ് അങ്ങ് വരയ്ക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അത് എഴുതിയില്ല, അടുത്ത 11 നിങ്ങളൊരു സ്പേസ് ഇതാക്കുക. കാരണം അവിടെ എഴുതാൻ മാക്സിമം നോക്കുക, ബ്ലാങ്ക് ആയിട്ട് ചുമ്മാതെ പേപ്പർ തള്ളി കളയരുത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, അത് പല കുട്ടികൾക്കും ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ 10ന്റെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ആണ് ABC. അതിനകത്ത് Aയും Cയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അത് ഫോക്കസ് ഏരിയയിലോ അല്ലെങ്കിൽ സിലബസിലോ ഉള്ളതുമാണ്. എന്നാൽ B നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ Aയും Cയും എഴുതി B ചിലപ്പം ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തോ ഔട്ട് ഓഫ് സിലബസോ ആണെങ്കിൽ നിങ്ങൾക്ക് Bയുടെ മാർക്ക് കൂടെ നിങ്ങൾക്ക് Aയും Cയും കറക്റ്റ് ആണെങ്കിൽ Bയുടെ മാർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത് പല കുട്ടികൾക്കും അറിയാത്തതാണ്, ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കുക. അന്നേരം ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. Aയും Cയും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ B ഔട്ട് ഓഫ് സിലബസിന്റെ ഇത് കിടക്കുന്നതാണെങ്കിൽ പോലും അത് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പല കാര്യത്തില്ല. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ഇപ്പം ഉദാഹരണം ഇൻവാർ എന്ന് പറഞ്ഞ ഒരു അലോയി ആണ്. നിങ്ങൾക്ക് +1 തന്നെ പഠിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ലെന്നേ ഉള്ളൂ. ഇൻവാർ ഈസ് ആൻ അലോയി. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവാർ? ഇങ്ങനെ എങ്ങാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ അന്തം പിടിക്കും. ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലേ, അയ്യോ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. ആയിക്കോട്ടെ, ഇത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഈ പറയുന്ന കാര്യം ആരോട് നിങ്ങൾ പറയണ്ട. നിങ്ങൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഒന്നും അറിയത്തില്ല, ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇൻവാർ ഈസ് ദി ബെസ്റ്റ് തിങ് ഇൻ ദി വേൾഡ്. ചുമ്മാ അങ്ങ് തട്ടിയേക്കണം. പക്ഷെ എന്നറിയാമോ, അന്നേരം നിങ്ങളുടെ സെന്റൻസ് എഴുതുക, അല്ല ചുമ്മാ 15 ഇട്ടിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ഇടണ്ട. 15 ഇട്ടിട്ട് ഔട്ട് ഓഫ് സിലബസ് എന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻവാർ ഈസ് ദി ബെസ്റ്റ് തിങ് ഇൻ ദി വേൾഡ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് തിങ് ഇൻ ദി വേൾഡ് എന്ന് വല്ലതും നിങ്ങൾ കാഴ്ചയാണ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതൊന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അന്നേരം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം എഴുതാൻ. പിന്നെ ഓരോ ആൻസർ ഷീറ്റിൻ്റെ പേപ്പർ തിരിക്കുമ്പോഴും കറക്റ്റായിട്ട് എല്ലാ പേപ്പറുകളും കറക്റ്റ് ആണോ എന്ന് നോക്കണം. പേജിൻ്റെ നമ്പറുകളെല്ലാം കൃത്യമായിട്ട് ഇട്ട് പോകണം. 1, 2, 3 എല്ലാം ഇട്ടിട്ട് ലാസ്റ്റിൽ ആൻസർ ഷീറ്റിൻ്റെ നമ്പർ ഇടുന്ന എത്ര പേപ്പറാണ്. ഇപ്പം 8 പേപ്പറാണെങ്കിൽ അഡീഷണൽ ഷീറ്റിൻ്റെ അവിടെ 8 എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി പോകണം. അതും ശ്രദ്ധിച്ചോളൂ. പിന്നെ ലാസ്റ്റത്തെ നിമിഷത്തെ ഒരു വലിയൊരു വെപ്രാളമുണ്ട്.
ഒരു ലാസ്റ്റ് 15 മിനിറ്റ് എക്സാം ഹോള് പൂരപ്പറമ്പാക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ടീച്ചർ വളരെ ടീച്ചർമാർ പാവം ടീച്ചർമാർ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. എല്ലാ പരീക്ഷകളിലും നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ പോയിട്ടുള്ളവരാണ്. അന്നേരം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അന്നേരം നിങ്ങൾ അറിയേണ്ട അധ്യാപകരെ കഴിയുമ്പോൾ പാവം പിടിച്ച ടീച്ചർമാർ കാണും, പല രീതിയിലുള്ള ടീച്ചർമാർ കാണും, പല രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ കാണും. ഉറപ്പായിട്ടും അവസാനം 15 മിനിറ്റ് എല്ലാവരും അങ്ങ് തകർക്കും. നിങ്ങൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യം, നിങ്ങൾ 15 മിനിറ്റ് ഒരു ബെല്ലടിക്കും പരീക്ഷയ്ക്ക് മുമ്പേ ഏകദേശം ടോയിൻ കെട്ടി വെക്കാൻ, പേപ്പറെല്ലാം ഒന്ന് കെട്ടി ചേർത്ത് വെക്കാനൊക്കെ ഉള്ള ഒരു ബെല്ലടിക്കും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അതിന് മുമ്പായിക്കോട്ടെ, ഒരു 15 മിനിറ്റ് 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറൊക്കെ കഴിയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പറുമായിട്ട് ടാലി ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെ ഒന്ന് ടാലി ചെയ്ത് വെക്കുന്നത് ബെസ്റ്റാണ്. എന്നിട്ട് ടോയിൻ കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള അങ്ങ് എഴുതുക. എന്നാൽ കാണുമറിയോ, ചില കുട്ടികൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ 35ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ല, ഞാൻ 21ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ല. ഇങ്ങനെയുള്ള ഒഴിവുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ടോയിൻ ചെയ്ത് വിട്ടുന്നതിന് 15 മിനിറ്റ് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റിൻ്റെ നമ്പറുമായിട്ട് കൃത്യമായിട്ട് തരും. എന്തെങ്കിലും നമ്പർ തെറ്റിയാലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പരിഹരിക്കാം. ക്ലിയർ? ഇനി ലാസ്റ്റ് ബെല്ലടിച്ചു, പേപ്പർ കൊടുക്കാൻ പോകുന്നു. പേപ്പർ കൊടുക്കാൻ ചിലർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ടീച്ചർ വന്നിട്ട് പേപ്പർ മേടിക്കും. അന്നേരം നമ്മൾ ടീച്ചറിനെ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യരുത്. കാരണം അറിയാമോ, ടീച്ചർമാരുടെ ഡ്യൂട്ടിയാണ് ആ ചെയ്യുന്നത്. കാരണം അറിയാമോ, നിങ്ങൾ പരീക്ഷ എഴുതി സമയം കഴിഞ്ഞു, അതിൻ്റെ ഡ്യൂട്ടിയാണ് ആ പേപ്പർ മേടിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് തരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കണ്ടേ? അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നിങ്ങൾ അധ്യാപകരെ ശപിക്കുകയൊന്നും അല്ല ചെയ്യേണ്ടത്. പേപ്പർ മേടിക്കുക, കറക്റ്റ് സമയത്ത് പേപ്പർ ബെല്ലടിച്ചതിന് ശേഷം മേടിക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ഡ്യൂട്ടിയാണ്. അതിന് മുമ്പ് ക്ലിയർ ആക്കി വെക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അന്നേരം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, പേപ്പറെല്ലാം കൊടുത്തതിന് ശേഷം ചിലർ ഇറങ്ങും. ചിലപ്പം ആരെങ്കിലും അവിടെ കൂട്ടുകാരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചിലരില്ല ജഗദീഷൊക്കെ ഹിറ്റ്ലറിനകത്ത് കഴിയുന്നുള്ള ഇങ്ങനെ കൈ കാണിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ കോപ്രായങ്ങളൊന്നും ക്ലാസ്സിൽ കാണിക്കാതെ മാന്യമായിട്ട് ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി പോവുക. അറിയാമോ, നമ്മളൊരു ടീച്ചർ ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ ഈ ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ നോട്ട് ചെയ്യത്തില്ലേ? കാരണം കുറച്ച് നിങ്ങൾ അറിയാത്ത കുറച്ച് കള്ളത്തരങ്ങളും സംഭവങ്ങളും നിങ്ങളെ ടീച്ചർമാരെങ്ങനെയാണ് വിലയിരുത്തുന്നതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും കാണേണ്ട വീഡിയോ. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ റിലാക്സ് ചെയ്ത് എല്ലാ പരീക്ഷകളും നമ്മൾ നല്ല വൃത്തിയായിട്ട് എഴുതാനും പറ്റും. എഴുതേണ്ട രീതികളും മാറി കിട്ടാനുള്ള വഴികളും എല്ലാം മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ളതിൽ നിസ്സംശയം 100% ഷുവറാണ്. അന്നേരം എല്ലാവരും നല്ല ഭംഗിയായിട്ട് പോയി ദൈവത്തെ വിചാരിച്ച് നല്ല ഭംഗിയായിട്ട് പോയി പരീക്ഷ എഴുതുക. 100% ഉറപ്പ് ഇത് ഗംഭീര റിസൾട്ട് ആകുന്ന +1 ബാച്ച്, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന +1 ബാച്ച് ആയിരിക്കും, സംശയം വേണം. അന്നേരം നെവർ എവർ ഗീവ് അപ്പ്. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു സാധാ മാഷം എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ മാക്സിമം ഞാൻ ഇനിയും നിങ്ങളുടെ പരീക്ഷ തീരുന്നവരെ ചെയ്തു തരും. അന്നേരം ഇതെല്ലാം കാര്യമായിട്ട് നടക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിശ്വസും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് മാഷ് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ, വാ.